നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മൾ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നത് അതിൻ്റെ സാമ്പത്തിക സ്ഥിതിയും അതേപോലെ ലാഭനഷ്ട മൂലധന ഘടനയും ഒക്കെ കാണിക്കുന്ന ഒരു പ്രധാന രേഖയാണ് എന്തെന്ന് പറഞ്ഞത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞത്. അതിനെ നമ്മൾ പിന്നെയും സബ് ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ വരുന്ന ഡോക്യുമെന്റ്സിൽ മെയിനായിട്ട് ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റും ബാലൻസ് ഷീറ്റും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റും. ഇതിൽ നമ്മൾ ബാലൻസ് ഷീറ്റ് എന്താണെന്നുള്ളത് പഠിച്ചു, എങ്ങനെയാണ് അതിന്റെ ഫോർമാറ്റ്, ഏതൊക്കെ എവിടെയൊക്കെ പ്ലേസ് ചെയ്യണം എന്നുള്ളതൊക്കെ പഠിച്ചു. ഇനി സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ഇത് ഒരു കമ്പനിയുടെ ഒരു സാമ്പത്തിക വർഷത്തിന്റെ ഇൻകവും എക്സ്പെൻസും കാണിക്കുന്നതാണ് എന്ത് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത്. അവസാനം നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് എത്രയാണ് എന്നുള്ളതും ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാനായിട്ട് പറ്റും. ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന സെക്ഷൻ, അതായത് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ മെയിൻ ആയിട്ട് വരുന്ന സെക്ഷൻസ് എന്ന് പറയുന്നത് ആദ്യം റവന്യൂ ഫ്രം ഓപ്പറേഷൻ. ഇതിൽ നമ്മൾ സെയിൽ ചെയ്ത ഗുഡ്സിന്റെയും സർവീസിന്റെയും വാല്യൂ ഇൻക്ലൂഡിങ് GST ആൻഡ് എക്സൈസ് ഡ്യൂട്ടി ചേർത്തിട്ട് നമ്മൾ റവന്യൂ ഫ്രം ഓപ്പറേഷനിൽ കാണിക്കും. പിന്നെ അതർ ഇൻകം പറയുമ്പോൾ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് ഇൻകം, റെന്റൽ ഇൻകം, അങ്ങനത്തെ മെയിൻ ഓപ്പറേഷനുമായി ബന്ധപ്പെടാത്ത അതല്ലാതെ വരുന്ന ചെറിയ ചെറിയ ഇൻകം ഒക്കെ നമ്മൾ അതർ ഇൻകത്തിൽ കാണിക്കും. പിന്നെ വരുന്നത് എന്താണ് എക്സ്പെൻസ് ആണ് അല്ലെ. എക്സ്പെൻസിൽ എന്തൊക്കെയാ വരിക? കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ്, എംപ്ലോയി ബെനിഫിറ്റ്, ഡിപ്രീസിയേഷൻ, ഫിനാൻസ് കോസ്റ്റ്, then എന്താ പറയുക അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, ഇതെല്ലാം നമ്മുടെ എക്സ്പെൻസിൽ വരും. ദെൻ ടാക്സ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ അതിൽ കറണ്ട് ടാക്സും ഡെഫേർഡ് ടാക്സും ആണ് നമ്മൾ ടാക്സ് എക്സ്പെൻസിന്റെ അണ്ടറിൽ കാണിക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ടോട്ടൽ എക്സ്പെൻസ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ടോട്ടൽ ഇൻകം ആണ് കൂടുതൽ എന്നുണ്ടെന്നുണ്ടെങ്കിലാണ് നെറ്റ് പ്രോഫിറ്റ് കിട്ടുക. സപ്പോസ് ടോട്ടൽ എക്സ്പെൻസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നെറ്റ് ലോസ് ആയിരിക്കും. അതിനുശേഷം നമ്മൾ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും. എന്തിനു വേണ്ടി? പ്രൊപ്പോസ്ഡ് ഡിവിഡൻസിന് വേണ്ടി റിസർവിലേക്ക് കുറച്ച് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ള എമൗണ്ട് നെക്സ്റ്റ് ഇയറിലേക്ക് സർപ്ലസിലേക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ക്യാരി ഫോർവേഡ് ചെയ്യും. അപ്പം ഇവിടെ നമുക്ക് നോക്കിയാലായിട്ട് അറിയാനായിട്ട് സാധിക്കും. ആദ്യം എന്താണ്? റവന്യൂ ഫ്രം ഓപ്പറേഷൻ, അതർ ഇൻകം. എന്നിട്ട് അത് രണ്ടിന്റെയും ടോട്ടൽ ആണ് നമുക്ക് എന്ത് കിട്ടുക? ടോട്ടൽ റവന്യൂ എന്നുള്ളത് കിട്ടുക. അതിനുശേഷം അതിൽ നിന്ന് എക്സ്പെൻസ് നമ്മൾ മെൻഷൻ ചെയ്യും. എക്സ്പെൻസ് മെൻഷൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ ടോട്ടൽ റവന്യൂന്ന് ഈ എക്സ്പെൻസ് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. അതിനുശേഷം നമ്മൾ കറണ്ട് ടാക്സും ഡെഫേർഡ് ടാക്സും എത്രയാണെന്നുള്ളത് മെൻഷൻ ചെയ്യും. അപ്പൊ ഈ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഈ ടാക്സ് എക്സ്പെൻസ് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ലാസ്റ്റ് ഫിഗർ ആണ് എന്ത്? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഈ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്രോഫിറ്റ് പോർഷൻ ചെയ്യുക. ഡിവിഡൻറ്റിന് വേണ്ടിയിട്ടും റിസർവ്സിലേക്ക് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ അമൗണ്ട്സ് മാറ്റി വെക്കുന്നത് ഈ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറഞ്ഞ് കിട്ടുന്ന ഫിഗർ എന്നാണ്. ഓക്കെ, അപ്പോൾ ബാലൻസ് ഷീറ്റ് എന്നത് ഒരു നിശ്ചിത തീയതിയിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ, അതായത് സാമ്പത്തിക സ്ഥിതി കാണിക്കുന്നതാണ്. ഇതിൽ രണ്ട് ഭാഗങ്ങളായിട്ട് നമ്മൾ അവതരിപ്പിക്കും. ലയബിലിറ്റി ആൻഡ് ഇക്വിറ്റി സൈഡും അതിന്റെ താഴെ അസറ്റ് സൈഡും. ലയബിലിറ്റി ആൻഡ് ഇക്വിറ്റി സൈഡിൽ വന്നിട്ട് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, നോൺ കറന്റ് ലയബിലിറ്റീസ് ആണ് നമ്മൾ കാണിക്കുക. അസറ്റിന്റെ താഴെയാണെന്നുണ്ടെങ്കിൽ നോൺ കറന്റ് അസറ്റ്സും ആണ് കാണിക്കുക. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മുടെ മനസ്സിൽ വരുന്നത് അസറ്റ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഷെയർ ഹോൾഡേഴ്സ് ക്യാപിറ്റൽ എന്നുള്ള ഒരു ഇക്വേഷൻ എപ്പോഴും നമ്മുടെ മൈൻഡിൽ വരണം. പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സ്റ്റെപ്സ് എന്ന് പറയാനായിട്ട് ആദ്യം ട്രയൽ ബാലൻസ് തയ്യാറാക്കുക. എല്ലാ അക്കൗണ്ട്സിന്റെയും ഡെബിറ്റ് ആൻഡ് ബാലൻസുകൾ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുക? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക. പിന്നെ അഡ്ജസ്റ്റ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തുക. അതായത് ഡിപ്രീസിയേഷൻ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസിന്റെ പല അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് രേഖപ്പെടുത്തുക. പിന്നെ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യും? സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് തയ്യാറാക്കിയിട്ട് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത് നമ്മൾ കണക്കാക്കും. അതിനുശേഷമാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അസറ്റ്സ്, ലയബിലിറ്റീസ്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുക? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. പിന്നെ നോട്ട്സ് ടു അക്കൗണ്ട് എല്ലാ വിശദാംശങ്ങളും സ്പഷ്ടമായിട്ടുള്ള രീതിയിൽ നൽകുന്നത് ഏതിലാണ്? നോട്ട്സ് ടു അക്കൗണ്ട്സിലാണ്. ഉദാഹരണത്തിന് ഡിപ്രീസിയേഷൻ മെത്തേഡ്, ഇൻവെസ്റ്റ്മെന്റിന്റെ ഡീറ്റെയിൽസ്, ഷെയർസിന്റെ ഡീറ്റെയിൽസ്, ഇതെല്ലാം നമുക്ക് നോട്ട്സ് ടു അക്കൗണ്ട്സിൽ നോക്കി വെച്ചാൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇനിയിപ്പോ മെയിൻ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ബാലൻസ് ഷീറ്റ് പഠിച്ചു, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർമാറ്റും കണ്ടു. അപ്പൊ കറക്റ്റ് ഫോർമാറ്റ് നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ഒരു എക്സാക്ട് ഫോർമാറ്റ് കണ്ടു അല്ലെ. അതേപോലെ
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ വരും എന്നുള്ളത് കൂടി കാണിച്ചു തരാം. ഷെഡ്യൂൾ 3 പ്രകാരം സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഒരു ഫോർമാറ്റ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ആദ്യം പർട്ടിക്കുലേഴ്സ്, ആദ്യം നമ്മൾ കമ്പനിയുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നു. ദെൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദ ഇയർ എൻഡിങ് പറഞ്ഞിട്ട് ഏത് വർഷത്തിന്റെ ആണോ അത് കൊടുക്കുന്നു. ദെൻ പർട്ടിക്കുലേഴ്സ്, ഇതിനും നോട്ട്സ് നമ്പേഴ്സ് ഉണ്ട്. പിന്നെ 2 കറണ്ട് ഇയർത്തെയും പ്രീവിയസ് ഇയർത്തെയും ഫിഗേഴ്സ് എഴുതാനുള്ള കോളവും വരുന്നുണ്ട്. അപ്പൊ ആദ്യം എന്താണ് ഇൻകത്തിന്റെ അണ്ടറിൽ വരുന്നത്? റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആണ് വരുന്നത്. അപ്പൊ സെയിൽസും ഡയറക്റ്റ് ഇൻകം അതേപോലെ തന്നെ എക്സൈസ് ഡ്യൂട്ടി ഓൺ സെയിൽസും ആഡ് ചെയ്തിട്ട് നമ്മളിവിടെ കാണിക്കും. എന്നിട്ട് അതിന്റെ താഴെ ലെസ് എക്സൈസ് ഡ്യൂട്ടി വന്നിട്ട് ഡ്യൂട്ടി ചാർജ് ഓൺ സെയിൽസ് ഇഫ് എനി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഡക്ട് ചെയ്ത് കാണിക്കും. അപ്പോഴാണ് നമുക്ക് റവന്യൂ ഫ്രം ഓപ്പറേഷൻ നെറ്റ് എന്നുള്ള ഫിഗർ കിട്ടുന്നത്. പിന്നെ അതർ ഇൻകം പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ഇൻകം ഒക്കെ നമ്മൾ അതർ ഇൻകത്തിൽ പറഞ്ഞിട്ടാണ് കാണിക്കുക. ദെൻ ഈ റവന്യൂ ഫ്രം ഓപ്പറേഷന്റെയും അതർ ഇൻകത്തെയും ടോട്ടൽ കണ്ടുപിടിക്കും. അതായിരിക്കും എന്ത് ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്. അതായത് ഈ റവന്യൂ ഫ്രം ഓപ്പറേഷന്റെയും ടോട്ടൽ ഇൻകത്തിന്റെയും അതർ ഇൻകത്തിന്റെയും ടോട്ടലാണ് നമുക്ക് ടോട്ടൽ റവന്യൂ ആയിട്ട് കിട്ടുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ പറയുമ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻ നെറ്റ് ആണ് നമ്മൾ എടുക്കുക. റവന്യൂ ഫ്രം ഓപ്പറേഷൻ നെറ്റും അതർ ഇൻകവും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ റവന്യൂ കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് എന്താണ്? എക്സ്പെൻസസിൽ എന്തൊക്കെ വരാം? കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂംഡ്. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂംഡ് എന്ന് പറയുമ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് കൺസ്യൂമബിൾസ്. അതായിരിക്കും കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂമറിൽ വരിക. പിന്നെ പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്, അത് യൂഷ്വലി നോർമലി നോട്ട് ഫിൽഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഹവർ ഒരു ഐറ്റം റീസെയിലിന് വേണ്ടിയിട്ടാണ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് മെൻഷൻ ചെയ്യും, പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് പറഞ്ഞിട്ട്. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ഫോർ മാനുഫാക്ചറിങ് കൺസേൺസ്. ദെൻ ചേഞ്ചസ് ഇൻ ഇൻവെന്ററീസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, വർക്കിംഗ് പ്രോഗ്രസ് ആൻഡ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. അതായത് ഓപ്പണിംഗ് സ്റ്റോക്കും മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, അതേപോലെ തന്നെ വർക്കിംഗ് പ്രോഗ്രസ്, സ്റ്റോക്ക് ഇൻ ട്രേഡ്, ഇതെല്ലാം കൂടിയിട്ട് ഉള്ളതിന്റെ നെറ്റ് ഫിഗർ ആണ് നമ്മൾ ചേഞ്ച് ഇൻ ഇൻവെന്ററീസ് എന്ന് പറയുന്നത്. അതായത് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ചേഞ്ച് ഇൻ ഇൻവെന്ററീസിൽ മെൻഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് എന്താണെന്ന് നോക്കി, പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്താണെന്ന് മനസ്സിലായി, ചേഞ്ച് ഇൻ ഇൻവെന്ററീസ് പറഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തമ്മിലുള്ള ഡിഫറൻസ് എമൗണ്ട് ആണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ്. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ് പറഞ്ഞാൽ എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറി, വേജസ്, അങ്ങനത്തെ എല്ലാ എക്സ്പെൻസസും നമ്മൾ ഈ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസിലാണ് മെൻഷൻ ചെയ്യുക. ദെൻ ഫിനാൻസ് കോസ്റ്റ് പറഞ്ഞാൽ ബാങ്ക് ഇൻട്രസ്റ്റ്, ബാങ്ക് ചാർജസ്, ഇതെല്ലാം നമ്മൾ ഫിനാൻസ് കോസ്റ്റിലാണ് മെൻഷൻ ചെയ്യുക. ദെൻ ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസസ്, അതായത് ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റ്സിൽ നമ്മൾ ചാർജ് ചെയ്തിരിക്കുന്ന ഡിപ്രീസിയേഷനും അതേപോലെ തന്നെ ഇൻടാഞ്ചിബിൾ അസറ്റ്സിൽ നമ്മൾ ചാർജ് ചെയ്തിരിക്കുന്ന അമോർട്ടൈസേഷൻ്റെ എമൗണ്ടിൻ്റെയും ടോട്ടൽ നമ്മൾ എവിടെ കാണിക്കും? ഇവിടെ ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ്റെ എവിടെ കാണിക്കും. അപ്പോൾ എംപ്ലോയി ബെനിഫിറ്റിൽ സാലറി, വേജസ് അങ്ങനെയുള്ളതിൻ്റെ ടോട്ടൽ, ഫിനാൻസ് കോസ്റ്റിൽ ലോൺ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലോൺ, ഇൻട്രസ്റ്റ്, ബാങ്ക് ചാർജസ് എല്ലാം ആഡ് ചെയ്തിട്ട് നമ്മൾ ഫിനാൻസ് കോസ്റ്റ് ആയിട്ട് കാണിക്കും. പിന്നെ അതർ എക്സ്പെൻസസ് പറഞ്ഞാൽ ഇതല്ലാതെ, ഈ പറഞ്ഞ എക്സ്പെൻസ് അല്ലാതെ ബാക്കിയുള്ള എല്ലാ എക്സ്പെൻസസും നമ്മൾ അതർ എക്സ്പെൻസിലാണ് അമൗണ്ട് മെൻഷൻ ചെയ്ത് കാണിക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ എക്സ്പെൻസിന്റെ ടോട്ടൽ കാണും. എക്സ്പെൻസിന്റെ ടോട്ടൽ എന്ന് പറയുമ്പോൾ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ്, പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്, ചേഞ്ച് ഇൻ ഇൻവെന്ററീസ്, എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്, ഫിനാൻസ് കോസ്റ്റ്, ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ്, അതർ എക്സ്പെൻസ്, ഇതിന്റെ എല്ലാ ടോട്ടൽ എമൗണ്ട് നമ്മൾ കാണും. എന്നിട്ട് പിന്നെ വരുന്നത് പ്രോഫിറ്റ് ബിഫോർ എക്സെപ്ഷണൽ ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ഓഫ് ടാക്സ്. അങ്ങനെ എന്തെങ്കിലും ഒരു എമൗണ്ട് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് മെൻഷൻ ചെയ്യും. എന്നിട്ട് അതായത് പ്രോഫിറ്റ് ബിഫോർ എക്സ്ട്രാordinary ഐറ്റംസ് ആൻഡ് ടാക്സ്, അതായത് എക്സ്ട്രാordinary ഐറ്റംസിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടാക്സിനോ വരുന്നതിന് മുന്നേ ഉള്ള പ്രോഫിറ്റ് ആണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത്. അതായത് നമ്മുടെ ടോട്ടൽ റവന്യൂ നമ്മൾ അവിടെ കണ്ടുപിടിച്ചില്ലേ, അതിന്ന് ഈ ടോട്ടൽ എക്സ്പെൻസ് മൈനസ് ചെയ്ത ഫിഗർ ആണ് നമ്മളിവിടെ കാണിക്കുന്നത്. പിന്നെ എക്സ്ട്രാordinary ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവിടെ മെൻഷൻ ചെയ്യും. എന്നിട്ട് ഈ ഫിഗറിനെ നമ്മൾ പ്രോഫിറ്റ് ബിഫോർ എക്സ്ട്രാordinary ഐറ്റംസ് എന്ന് മൈനസ് ചെയ്തിട്ട് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടിയാൽ ആ എമൗണ്ടിൽ നിന്നും കറണ്ട് ടാക്സും ഡെഫേർഡ് ടാക്സും നമ്മൾ മൈനസ് ചെയ്യും.
എന്നിട്ട് കിട്ടുന്നതാണ് എന്ത് പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം ദ പീരീഡ് ഫോർ കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ. പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരീഡ്. നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത് ഇപ്പൊ കിട്ടുന്ന ആ ഒരു ഫിഗർ ആയിരിക്കും. അതായത് എക്സ്ട്രോർഡിനറി ഐറ്റംസിന് വേണ്ടിയിട്ടുള്ള അമൗണ്ട്സ് മൈനസ് ചെയ്ത് ടാക്സ് എക്സ്പെൻസ് എല്ലാം കഴിഞ്ഞിട്ടുള്ള ഫിഗർ ആണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് എന്താ പറയാ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയാനായിട്ട്. നമ്മളൊരു പുതിയ ടേംസ് ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു പറഞ്ഞാൽ ഏതൊക്കെയായിരുന്നു? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ എന്തൊക്കെ വരും? സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റും വരും പഠിച്ചു. പിന്നെ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂംഡ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് നമുക്ക് ലാസ്റ്റ് P&L ഫോർമാറ്റിന്റെ ഒപ്പം നമ്മൾ നോക്കി. ദെൻ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്താണെന്നുള്ളതും പഠിച്ചിട്ടുണ്ട്. നമുക്ക് എത്ര നേരം അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ മുഴുവനായിട്ടും എന്താ പഠിച്ചതെന്നുള്ളത് ഒരൊറ്റ ഗ്ലാൻസിൽ നമുക്കൊന്ന് നോക്കാം. ആദ്യം എന്താ പഠിച്ചത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഒരു കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതിയും ലാഭനഷ്ട നിലയും കണക്കാക്കുന്ന ഒരു റിപ്പോർട്ടാണ് എന്ത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ എന്തൊക്കെയാ പ്രധാനമായിട്ടും വരിക? ബാലൻസ് ഷീറ്റ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്? ബിസിനസിന്റെ പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുക, ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഗവൺമെന്റ് തുടങ്ങിയവർക്ക് വിശ്വസനീയമായിട്ടുള്ള വിവരങ്ങൾ നൽകുക, ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുക എന്നുള്ളതാണ്. പിന്നെ കോമ്പോണൻസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെയുണ്ട് എന്നാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്. ബാലൻസ് ഷീറ്റ് ഉണ്ടാവും, അതായത് ഒരു നിശ്ചിത തീയതിയിൽ അസറ്റ്സിന്റെയും ലയബിലിറ്റീസിന്റെയും ഒരു സ്റ്റേറ്റ്മെന്റ്. പിന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതായത് വരുമാനവും ചെലവും കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. ദെൻ നോട്ട്സ് ടു അക്കൗണ്ട്, ഈ ബാലൻസ് ഷീറ്റിന്റെയും അതേപോലെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഫിഗേഴ്സുമായി ബന്ധപ്പെട്ടതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ. പിന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട്, പണത്തിന്റെ വരവും ചെലവും കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. പിന്നെ നമ്മൾ എന്തായിരുന്നു ബാലൻസ് ഷീറ്റിലെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്താണെന്ന് പഠിച്ചായിരുന്നു അല്ലെ? കമ്പനിയിലെ ഉടമസ്ഥരുടെ മൂലധന ഭാഗമാണ് എന്താ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത്. ഇതിൽ എന്തൊക്കെ വരും ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ? ഷെയർ ക്യാപിറ്റൽ വരും, റിസർവ്സ് ആൻഡ് സർപ്ലസ് വരും, അതേപോലെ മണി റിസീവ്ഡ് അഗെയിൻ ഷെയർ വാലൻസും വരും. ഷെയർ ക്യാപിറ്റൽ എന്നുള്ളത് കമ്പനി ഇഷ്യൂ ചെയ്ത ഇക്വിറ്റി അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് മുഖേന ലഭിച്ച മൂലധനം. ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നമ്മൾ നോട്ട്സിൽ കൊടുക്കേണ്ടത്? നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ്, അവരുടെ റൈറ്റ്സ് എന്താണ്, റെസ്ട്രിക്ഷൻസ് എന്താണ്, പിന്നെ ഷെയർ ഹോൾഡിംഗ് അബൌട്ട് 5% ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്, പിന്നെ ബോണസ് ഷെയർ, ബൈബാക്ക് ഷെയർസിന്റെ ഇൻഫർമേഷൻ എല്ലാം നമ്മൾ നോട്ട്സ് ടു അക്കൗണ്ട്സിൽ കൊടുക്കണം. പിന്നെ റിസർവ്സ് ആൻഡ് സർപ്ലസിലാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് റിസർവ്സ് ആൻഡ് സർപ്ലസിൽ വരിക? ക്യാപിറ്റൽ റിസർവ്, സെക്യൂരിറ്റി പ്രീമിയം, ഡിബഞ്ചർ റിഡംഷൻ റിസർവ്, റീവാലുവേഷൻ റിസർവ്, സർപ്ലസ്, ഇതൊക്കെ നമ്മുടെ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ വരും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ലോസ് ആണെന്നുണ്ടെങ്കിൽ സർപ്ലസ് സെക്ഷനിൽ നെഗറ്റീവ് ആയിട്ട് വേണം നമ്മൾ കാണിക്കാനായിട്ട്. മണി റിസീവ്ഡ് അഗെയിൻസ്റ്റ് ഷെയർ വാലൻസ് എന്ന് പറഞ്ഞാൽ ഭാവിയിൽ നിശ്ചിത വിലയ്ക്ക് ഷെയർസ് ആയി മാറുന്ന തുക, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ സെപ്പറേറ്റ് ലൈൻ ഓഫ് ഐറ്റം ആയിട്ട് നമ്മൾ കാണിക്കണം. അതാണ് മണി റിസീവ്ഡ് അഗെയിൻസ്റ്റ് ഷെയർ വാലൻസ് എന്ന് പറയുന്നത്. പിന്നെ ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ കമ്പനി മറ്റുള്ളവർക്ക് കടപ്പെട്ട തുകകൾ. ലയബിലിറ്റീസിൽ എന്തൊക്കെ വരും? നോൺ കറന്റ് ലയബിലിറ്റീസും വരും, കറന്റ് ലയബിലിറ്റീസും വരും. നോൺ കറന്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ബോറോവിങ്സ്, അതായത് ഡിബഞ്ചേഴ്സ്, ലോൺസ്, അതൊക്കെയാണ് നോൺ കറന്റ് ലയബിലിറ്റീസ്. കറന്റ് ലയബിലിറ്റീസ് പറഞ്ഞാൽ ഷോർട്ട് ടേം പ്രൊവിഷൻസ്, ട്രേഡ് റിസീവബിൾസ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, ഇതൊക്കെയാണ് കറന്റ് ലയബിലിറ്റീസിൽ വരുന്നത്. പിന്നെ നമ്മൾ എന്താ പഠിച്ച? അസറ്റ് എന്താണെന്ന് പഠിച്ചു അല്ലെ? കമ്പനിയുടെ കൈവശമുള്ള വസ്തുക്കളോ അല്ലെങ്കിൽ പണമോ അതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസറ്റ് എന്ന് പറയുന്നത്. അസറ്റും രണ്ട് തരത്തിലുണ്ട്, നോൺ കറന്റ് അസറ്റ്സും കറന്റ് അസറ്റ്സും. നോൺ കറന്റ് അസറ്റ്സ് പറയുമ്പോൾ ഫിക്സഡ് അസറ്റ് ടാഞ്ചിബിൾ ആവാം, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആവാം. ഇൻവെസ്റ്റ്മെന്റ്, ഡെഫേർഡ് ടാക്സ് അസറ്റ് ഒക്കെ നോൺ കറന്റ് അസറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. പിന്നെ കറന്റ് അസറ്റ്സ് പറഞ്ഞാൽ എന്താണ്? ഇൻവെന്ററീസ്, ട്രേഡ് റിസീവബിൾസ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്, ഇതെല്ലാം എന്താണ്? കറന്റ് അസറ്റ്സ് ആണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ടാഞ്ചിബിൾ അസറ്റ്സ് പറഞ്ഞാൽ ഫിസിക്കൽ ഫോം ഉള്ളതിനെയാണ് നമ്മൾ ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്. ബിൽഡിങ്, വെഹിക്കിൾ. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് പറഞ്ഞാൽ അതിനൊരു നമുക്ക് കാണാനോ തൊടാനോ പറ്റാത്ത ഒരു അസറ്റ്, പക്ഷെ അതിന് മൂല്യമുണ്ട്, അതിനെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്. അതിനുള്ള എക്സാമ്പിൾ ആണ് എന്ത്? ഗുഡ് വിൽ, പേറ്റൻസ് എന്നൊക്കെ. പിന്നെ ഇൻവെന്ററീസ് പറഞ്ഞാൽ സ്റ്റോക്ക്, റോ മെറ്റീരിയൽസ് എല്ലാം ഇൻവെന്ററീസിൽ ഇൻക്ലൂഡ് ചെയ്യും. ട്രേഡ് റിസീവബിൾസ് അല്ലെങ്കിൽ പേബിൾസ് പറഞ്ഞാൽ ഡെറ്റേഴ്സ് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിനെയാണ് ട്രേഡ് റിസീവബിൾസ് അല്ലെങ്കിൽ പേബിൾസ് എന്ന് പറയുന്നത്. പ്രിലിമിനറി എക്സ്പെൻസസ് പറഞ്ഞാൽ
ബിസിനസ് ആരംഭിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ചെലവ്, അതെന്താണ്? അത് നോൺ കറന്റ് അസറ്റ് ആണ്. ദെൻ പ്രിലിമിനറി എക്സ്പെൻസ് പറയുന്നത് അതൊരു നോൺ കറന്റ് നേച്ചർ ഉള്ളതാണ്. ദെൻ യൂസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ യൂസസ് എന്തൊക്കെയാണ്? മാനേജ്മെന്റിന്റെ പെർഫോമൻസ് വിലയിരുത്താനായിട്ട്, ക്രെഡിറ്റ് ഗ്രാൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വായ്പ നൽകണോ വേണ്ടയോ എന്നുള്ളതൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ടായിരിക്കും അവർ തീരുമാനിക്കുന്നുണ്ടാവും. പിന്നെ ഇൻവെസ്റ്റേഴ്സിന് പ്രോഫിറ്റബിലിറ്റിയും കമ്പനിയുടെ സോൾവൻസിയും എത്രയാണ് എന്നുള്ളത് അറിയാനും അതിനെക്കുറിച്ച് വിലയിരുത്താനായിട്ടും. പിന്നെ ഗവൺമെന്റിന്റെ ഫിസിക്കൽ പോളിസീസ് നിശ്ചയിക്കാനുമായിട്ടും ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് യൂസ്ഫുൾ ആയിരിക്കും. ആസ് ലൈക്ക് എവറിത്തിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനും അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലെ. എന്തൊക്കെയാണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലുള്ള ഫിഗേഴ്സ്, അതായത് ബാലൻസ് ഷീറ്റിലുള്ള മെയിനായിട്ട് ബാലൻസ് ഷീറ്റിലുള്ള ഫിഗേഴ്സ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്, കറന്റ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടല്ല ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലുള്ള അതായത് ബാലൻസ് ഷീറ്റിൽ കിടക്കുന്ന കോസ്റ്റ് എല്ലാം ഉള്ളത്. നെക്സ്റ്റ് പേഴ്സണൽ ജഡ്ജ്മെന്റ് ആൻഡ് ബയാസസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. മാനേജ്മെന്റ് ഒരു ജഡ്ജ്മെന്റ് എടുക്കുമ്പോൾ മേ ബി അതിൽ മിസ്റ്റേക്സ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ക്വാളിറ്റേറ്റീവ് ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ കാണാനായിട്ട് സാധിക്കില്ല. പിന്നെ അഗ്രിഗേറ്റ് ഡാറ്റ മാത്രമാണ് കാണാനായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നിന്നും കാണാനായിട്ട് സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അതിൽ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, നോട്ട്സ്, ഇതെല്ലാം വരണം. ഓക്കെ, പിന്നെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് വന്നാലോ, ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, മണി അഗെയിൻസ്റ്റ് വാറൻസ്, ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ടും പഠിച്ചത്.